നടത്തിയെന്നും ഒക്കെ മൂപ്പര് അടിയം കടിച്ചു. ഞാൻ ഇന്നിപ്പോ ചില ക്രൈസ്തവ ഭവനങ്ങളിൽ ഞാൻ പോയി. ഇന്ന് കുറെ പേര് പോയി. ഞാൻ പറയട്ടെ, പോയി. കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയൊരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ 4-5 മണിക്കൂർ ചെലവഴിച്ചതാണ്. അതായത് കാസം മൂപ്പര് പറഞ്ഞത് ശനിയാഴ്ച ആരും സന്ദർശിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് BJP-ക്കാർ വരാത്തതിൽ ഞങ്ങൾക്കൊരു ദുഃഖവുമില്ല, അത് വരില്ല, അത് വേറെ തരം സന്ദർശനമാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ രാജേഷ് അതൊക്കെ തെറ്റിച്ച് ഞങ്ങൾ സന്ദർശിക്കും, ഈ കാലത്തൊക്കെ സന്ദർശിക്കും, ഞാൻ ഇന്നലെ സന്ദർശിച്ചു എന്ന് ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞു. എന്താ കഥ? അവതാരക മാധു അതിൽ കയറി പിടിച്ച് കാസക്കാരനെ ആകെ അലമ്പാക്കി കളഞ്ഞു. ഏറ്റവും മുമ്പാണ് ശ്രീ VV രാജേഷ് പറഞ്ഞത് ഞാൻ ഇന്നലെ, അതായത് അങ്ങ് പറഞ്ഞ ദുഃഖ ശനിയാഴ്ച സന്ദർശനം നടത്തി എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു, വ്യക്തിപരമായ കാര്യത്തിൽ. അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വ്യക്തിപരമായ കാര്യത്തിന് പോയത് എന്താണ്? ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ റിലേഷൻ ഞാൻ അതാണ് റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതാണ്. മാധു കേൾക്കുന്ന കാര്യം അതുപോലെ അവതരിപ്പിക്കണം. ഇന്ന് 1-2 വീടുകളിൽ പോയി എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ പോയിരുന്നു. 4-5 മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിച്ചു. അപ്പൊ ഈസ്റ്ററിന്റെ സന്ദർശനം എന്ന് പറഞ്ഞതോ ബന്ധപ്പെട്ടല്ല. പിന്നെ ഈ ചർച്ചയിൽ ഞങ്ങളുടെ റിലേഷൻ ഞങ്ങളുടെ BJP നേതൃത്വത്തിന്റെയും BJP-യുടെ പ്രവർത്തകരുടെയും ഞങ്ങളുടെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശം. അത് തന്നെയല്ലേ രാജേഷ് പറഞ്ഞത്. ക്രിസ്തീയ സഭകളുടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരു ക്രൈസ്തവ സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേഷൻ